ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കലയും സാഹിത്യവും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള 50 ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു നല്ല കവിത പിറക്കുമ്പോൾ ഒരു ജനതയാകെ പുനർജനിക്കുന്നു, ഭാഷയൊന്നാകെ നവീകരിക്കപ്പെടുന്നു, സംവേദനത്വം അതിർത്തി ലംഘനം നടത്തുന്നു, അതിന്റെ വക്താവാര്? ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? അയ്യപ്പ പണിക്കർ. അയ്യപ്പ പണിക്കരുടെ വാക്കുകളാണത്. അടുത്തത്, കവി ലോകത്തിന്റെ നിയമനിർമ്മാതാവാണെന്ന് അഭിപ്രായപ്പെട്ടത്. കവി ലോകത്തിന്റെ നിയമനിർമ്മാതാവാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഷെല്ലി. 1923 നൊബേൽ സമ്മാനം നേടിയ യൂറോപ്യൻ കവി. 1923 നൊബേൽ സമ്മാനം നേടിയ യൂറോപ്യൻ കവിയാണ് യെയ്റ്റ്സ്. ആൽബർട്ടോ കെയ്റോ, റിക്കാർഡോ റീസ്, അൽവാരോ ഡി ക്യാമ്പോസ് എന്നീ പേരുകളിൽ കവിതകൾ എഴുതിയ പോർച്ചുഗൽ കവി. അദ്ദേഹത്തിന്റെ പേരാണ് പെസോവ. ടുലിപ്സ് പൂക്കളെ പറ്റി കവിത എഴുതിയ ഫെമിനിസ്റ്റ് സാഹിത്യകാരി സിൽവിയ പ്ലാത്ത്. സിൽവിയ പ്ലാത്ത് ആണ്. മുള്ളു നക്ഷത്രം എന്ന പേരിൽ പാബ്ലോ നെരുദയുടെ കവിത മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവി ശ്രീ NP ചന്ദ്രശേഖർ. മുള്ളു നക്ഷത്രം എന്ന പേരിൽ പാബ്ലോ നെരുദയുടെ കവിത മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് NP ചന്ദ്രശേഖർ. 1992 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച കവി, ചിത്രകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധൻ ആരാണ്? ഡെറക് വാൽക്കോട്. ഡെറക് വാൽക്കോട്. ടാഗോറിന്റെ കാലഘട്ടം 1861 മുതൽ 1941 വരെയാണ്. സർ റിയലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സർ റിയലിസം അതിയഥാർത്ഥവാദമാണ്. അതിയഥാർത്ഥവാദം എന്നാണ് പറയുന്നത്. ഇമേജിസം എന്നതിന്റെ അർത്ഥം, ഇമേജിസം ബിംബവാദം. ചാവിന്നു ബന്ധുത്വമേറുമല്ലോ, ചാവാതിരിക്കുമ്പോഴെന്തുമാവട്ടെ എന്ന് ഉദ്ഘോഷിച്ച കവിയാരാണ്? ചാവിന് ബന്ധുത്വമേറുമല്ലോ, ചാവാതിരിക്കുമ്പോൾ എന്തുമാവട്ടെ എന്ന് ഉദ്ഘോഷിച്ച കവി കടമ്മനിട്ടയാണ്. കടമ്മനിട്ട. ആഫ്രിക്കൻ കവിതകൾ എന്ന വിവർത്തന കവിതയുടെ കർത്താവ്. ആഫ്രിക്കൻ കവിതകൾ എന്ന വിവർത്തന കവിതയുടെ കർത്താവ് പുതുശ്ശേരി രാമചന്ദ്രൻ. പുതുശ്ശേരി രാമചന്ദ്രൻ. ഇന്ത്യൻ റേഡിയോ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. ഇന്ത്യൻ റേഡിയോ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ബഹുജനഹിതായ ബഹുജന സുഖായ. ബഹുജനഹിതായ ബഹുജന സുഖായ. അടുത്തത്, മലയാളം വിക്കിപീഡിയ തുടങ്ങിയ വർഷം 2002 മലയാളം വിക്കിപീഡിയ തുടങ്ങിയത്. UGCയുടെ ഈ ലൈബ്രറി സേവനം അറിയപ്പെടുന്നത് ഇൻഫ്ലിപ്നെറ്റ്. UGCയുടെ ഈ ലൈബ്രറി സേവനമാണ് ഇൻഫ്ലിപ്നെറ്റ്. നാലാമത്തെ തിരശീല അല്ലെങ്കിൽ ഫോർത്ത് സ്ക്രീൻ എന്നറിയപ്പെടുന്ന മാധ്യമം. നാലാമത്തെ തിരശീല അഥവാ ഫോർത്ത് സ്ക്രീൻ എന്ന് അറിയപ്പെടുന്നത് മൊബൈൽ ഫോൺ. വീഡിയോ ബ്ലോഗുകളെ വിളിക്കുന്ന പേര്. വീഡിയോ ബ്ലോഗുകളെ വിളിക്കുന്ന പേര് വ്ളോഗ്. മലയാളത്തിലെ ആദ്യത്തെ 3D ചലച്ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മലയാളത്തിലെ ആദ്യത്തെ 3D ചലച്ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ലോക പ്രശസ്ത ചലച്ചിത്രകാരനായ സത്യജിത്ത് റായിയുടെ ഫോട്ടോഗ്രാഫിക് ബയോഗ്രാഫർ എന്നറിയപ്പെട്ട ഫോട്ടോഗ്രാഫർ ആരാണ്? ലോക പ്രശസ്ത ചലച്ചിത്രകാരനായ സത്യജിത്ത് റായിയുടെ ഫോട്ടോഗ്രാഫിക് ബയോഗ്രാഫർ എന്നറിയപ്പെട്ട ഫോട്ടോഗ്രാഫർ നിമായ് ഘോഷ്. നിമായ് ഘോഷ്. ഇത് മനുഷ്യനും ദൈവത്തിനും നിരക്കാത്ത പ്രവൃത്തിയാണ് എന്ന് പൗരോഹിത്യം ഓർമ്മപ്പെടുത്തുമ്പോൾ തൽക്കാലം ഞാൻ ദൈവത്തെയും മനുഷ്യനെയുമല്ല നോക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് സാറാമ്മയെയാണ് എന്ന് കുഞ്ഞിവർക്കിയുടെ യുക്തിസഹമായ പ്രതിവചനം. CJ തോമസിന്റെ ഏത് നാടകത്തിലാണ് ഈ രംഗം? അപ്പൊ ഇതിൽ വരുന്നത് അവൻ വീണ്ടും വരുന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ടത് അവൻ വീണ്ടും വരുന്നു എന്ന നാടകം ആരുടേതാണ്? CJ തോമസ്. ഷാങ്ഹായ് അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള ഗോൾഡൻ ഗോബ്ലെറ്റ് എന്നാണ്, ഗോബ്ലെറ്റ് പ്രത്യേക പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം. ഷാങ്ഹായ് അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള ഗോൾഡൻ ഗോബ്ലെറ്റ് പ്രത്യേക പുരസ്കാരം നേടിയത് വെയിൽ മരങ്ങൾ.
സസ്യവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള നാട്ടറിവുകൾ പ്രയോജനപ്പെടുത്തുന്ന ശാസ്ത്രം. സസ്യവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള നാട്ടറിവുകൾ പ്രയോജനപ്പെടുത്തുന്ന ശാസ്ത്രം ഏതാണ്? എത്നോബോട്ടണി. എത്നോബോട്ടണി. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ശാന്തി പ്രസാദ് ജെയിൻ. ശാന്തി പ്രസാദ് ജെയിൻ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്. പറങ്കിപ്പടയാളി എന്ന കൃതി രചിച്ചത്. പറങ്കിപ്പടയാളി എന്ന കൃതി രചിച്ചത് സർദാർ കെ.എം. പണിക്കർ. സർദാർ കെ.എം. പണിക്കർ. 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞതാര്? 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ 4 സ്വർണം നേടിയ ആദ്യത്തെ അമേരിക്കക്കാരൻ ജെസ്സി ഓവൻസ്. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ തന്നെ 4 സ്വർണം നേടിയ ആദ്യത്തെ അമേരിക്കക്കാരൻ ജെസ്സി ഓവൻസ്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇൻഡോ ആര്യൻ ഭാഷ സംസ്കൃതം. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇൻഡോ ആര്യൻ ഭാഷ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻഡോ ആര്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്കൃത ഭാഷ. ദ്രാവിഡ ഭാഷ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തമിഴാണ്. ഫ്ലെമിംഗോ മേള ഏത് ജില്ലയിലാണ് സംഘടിപ്പിക്കുന്നത്? ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. ശംഭു മഹാരാജ് ഏത് നൃത്തരൂപത്തിലാണ് പ്രശസ്തി ആർജിച്ചത്? ശംഭു മഹാരാജ് കഥകാണ്. കഥക്. ഭാരതമാത എന്ന പ്രശസ്ത ചിത്രം വരച്ചതാര്? ഭാരതമാത എന്ന പ്രശസ്ത ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോർ. ഒളിമ്പിക്സ് ദീപശിഖ റിലേ ആയി കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ ആരംഭിച്ചത് എപ്പോൾ? ഒളിമ്പിക്സ് ദീപശിഖ റിലേ ആയി കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ ആരംഭിച്ചത് 1936ലാണ്. 1936. സിത്താർ കണ്ടുപിടിച്ച മഹാപ്രതിഭ ആര്? സിത്താർ കണ്ടുപിടിച്ചത് പത്മവിഭൂഷൺ പുരസ്കാരത്തിന്റെ ആദ്യത്തെ സ്വീകർത്താവ് ആര്? പത്മവിഭൂഷൺ പുരസ്കാരത്തിന്റെ ആദ്യത്തെ സ്വീകർത്താവ് ശ്രീ സത്യേന്ദ്രനാഥ് ബോസ്. സത്യേന്ദ്രനാഥ് ബോസ്. ഇന്ത്യയിൽ എത്ര തരം പത്മ അവാർഡുകളാണ് നൽകപ്പെടുന്നത്? എത്ര തരം പത്മ അവാർഡുകളുണ്ട്? പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അതുപോലെ പത്മശ്രീ, 3 ആധുനിക ഒളിമ്പിക്സിൽ ദീപശിഖ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഏത് ഒളിമ്പിക്സ് മുതലാണ്? ആധുനിക ഒളിമ്പിക്സിൽ ദീപശിഖ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ് മുതലാണ്. ആംസ്റ്റർഡാം. സംഗീത ഉപകരണമായ സരോദിൽ എത്ര തന്ത്രികളാണുള്ളത്? സംഗീത ഉപകരണമായ സരോദിൽ എത്ര തന്ത്രികളാണുള്ളത്? 4 ഉള്ളത്. തീയതി കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം. തീയതി കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണ് തരിസാപ്പള്ളി ചേപ്പേട്. തരിസാപ്പള്ളി ചേപ്പേട്. അടുത്തത് ട്രഷർ ഐലൻഡ് എന്ന പ്രശസ്ത നോവൽ എഴുതിയ R.L. സ്റ്റീവൻസൺ ഏത് രാജ്യക്കാരനാണ്? ട്രഷർ ഐലൻഡ് എന്ന പ്രശസ്ത നോവൽ എഴുതിയ R.L. സ്റ്റീവൻസൺ സ്കോട്ട്ലൻഡുകാരനാണ്. സ്കോട്ട്ലൻഡ്. മനുഷ്യനെ നശിപ്പിക്കാനാകും, പക്ഷേ അവനെ തോൽപ്പിക്കാനാവില്ല. ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വാക്കുകൾ? മനുഷ്യനെ നശിപ്പിക്കാനാകും, പക്ഷേ അവനെ തോൽപ്പിക്കാനാകില്ല. ദി ഓൾഡ് മാൻ ആൻഡ് സീ എന്ന കഥയിലെ സാന്റിയാഗോയുടെ വാക്കുകളാണിത്. 1932 അയർലൻഡിൽ നിരോധിച്ച പ്രശസ്തമായ ഒരു പുസ്തകമാണ് ബ്രേവ് ന്യൂ വേൾഡ്. ആരുടെ രചനയാണിത്? 1932 അയർലൻഡിൽ നിരോധിച്ച പ്രശസ്തമായ പുസ്തകം ബ്രേവ് ന്യൂ വേൾഡ്. ആരുടെ രചനയാണ്? അൽഡസ് ഹക്സ്ലി. അൽഡസ് ഹക്സ്ലി. റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രം ഡാനിയേൽ ഡിഫോ. ഡാനിയേൽ ഡിഫോ. അടുത്തത് ദി ആൽക്കമിസ്റ്റ് എന്ന നാടകം രചിച്ചതാര്? ശ്രദ്ധിക്കണം, ആൽക്കമിസ്റ്റ് എന്ന ബുക്കല്ല, ആൽക്കമിസ്റ്റ് എന്ന നാടകം രചിച്ചാര്? അത് ബെൻ ജോൺസൺ. കേരള പരാമർശമുള്ള ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഐതരേയ ആരണ്യകം. ഐതരേയ ആരണ്യകം. പെരിയ പുരാണത്തിന്റെ കർത്താവാര്? പെരിയ പുരാണത്തിന്റെ കർത്താവ് ചേക്കിഴാർ. ചേക്കിഴാർ. 14ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഏത് കൃതിയിലാണ് തിരുവനന്തപുരം നഗരത്തിന്റെ വിശദ ചിത്രമടങ്ങിയിരിക്കുന്നത്?
14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഏത് കൃതിയിലാണ് തിരുവനന്തപുരം നഗരത്തിന്റെ വിശദ ചിത്രം? അനന്തപുര വർണ്ണനം. അനന്തപുര വർണ്ണനം. അടുത്തത് ചേര രാജാക്കന്മാരായ 10 പ്രമുഖരെ പ്രകീർത്തിക്കുന്ന കൃതി? പതിറ്റുപ്പത്ത്. ചേര രാജാക്കന്മാരായ 10 പ്രമുഖരെ പ്രകീർത്തിക്കുന്ന കൃതി പതിറ്റുപ്പത്ത്. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം? മാമ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം മാമ്പള്ളി ശാസനം. ചേര രാജാക്കന്മാരുടെ 10 പ്രമുഖരെ പ്രകീർത്തിക്കുന്നത് പതിറ്റുപ്പത്ത്, അതാദ്യം പറഞ്ഞിരുന്നു. ദേവദാസികളെ കുറിച്ച് പരാമർശമുള്ള ശാസനം ചോക്കൂർ ശാസനം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ 3 ശാസനങ്ങൾ പഠിച്ചു. ചോക്കൂർ ശാസനം. ഈ ശാസനങ്ങളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് വിക്രമാദിത്യ വരഗുണൻ പുറപ്പെടുവിച്ച ശാസനം? പാലിയം ശാസനം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് വിക്രമാദിത്യ വരഗുണൻ പുറപ്പെടുവിച്ച ശാസനം പാലിയം ശാസനം. ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ നാടോടി നൃത്തമാണ് റൌഫ്? ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ നാടോടി നൃത്തമാണ് റൌഫ്? ജമ്മു കാശ്മീരിലെ നാടോടി നൃത്തമാണ്. അപ്പോൾ 50 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക് യു സോ മച്ച്.